ഇപ്പൊ നിങ്ങളെല്ലാവരും കുറ്റം പറഞ്ഞിട്ട് അവനെ കണ്ടാലറിയും ഫ്രോഡ് മറ്റത് മറിച്ചത്. നിങ്ങളില്ലേ മേനോട്ട് അടുത്തറിഞ്ഞാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഇതാവുന്നു. മേന് ചൂടാവും, എന്തെങ്കിലും മീൻസ് മേന് ഇഷ്ടമില്ലാത്ത കാണിച്ചാൽ മേന് ദേഷ്യപ്പെടും. മേനു തൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു തൻ്റെ ഭാര്യയായിട്ടുള്ള സഭ തന്നെ കളഞ്ഞിട്ട് വേറെ ഒരാളുടെ കൂടെ പോയി എന്നുള്ളൊരു കാര്യം. ഈ ഒരു കാര്യം മെഹ്നു തൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചതിന് ശേഷം കുറേയധികം പേര് മെഹ്നുവിനെതിരെ കുറേയധികം കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് റിഫയുടെ കാര്യം പറഞ്ഞിട്ടാണ്, നിനക്കിത് വേണം, നീ ഇതേ കണക്ക് റിഫയോട് ചെയ്തതല്ലേ, അതിൻ്റെ ശിക്ഷയാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് കുറേയധികം പേര് മെഹ്നുവിനെതിരെയൊക്കെ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കമൻസൊക്കെ വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വീഡിയോസും ചെയ്യുന്നുണ്ടായിരുന്നു. അതേസമയത്ത് മറ്റ് ചിലരുണ്ടെങ്കിൽ റിഫയെടുത്ത് പെരുമാറിയ കണക്ക് തന്നെ സഫയെടുത്ത് പെരുമാറി, അതുകൊണ്ടാണ് പോയത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് കുറേയധികം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും മെഹ്നുവിൻ്റെ സ്റ്റോറിയൊക്കെ കാണുമ്പോൾ ഭയങ്കര സാഡായിട്ടുള്ള, ഭയങ്കര വിഷമത്തിലുള്ള ഒരു രീതിയിലാണുള്ളത്. ഇൻസ്റ്റാ സ്റ്റോറിയൊക്കെ ഉണ്ടെങ്കിൽ ജീവിതം അടുത്തു എന്നുള്ള രീതിയിലൊക്കെയാണ് ഇടുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുപോലെ അദ്ദേഹത്തിനെതിരെ ഓരോ വീഡിയോസ് ഇനി ആരെങ്കിലും ചെയ്യുന്നത് കുറച്ച് നോക്കി ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. നമ്മൾ കാരണം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കര വിഷമാവും. അതുകൊണ്ട് മാക്സിമം ഇതുപോലത്തുള്ള ആൾക്കാർ നെഗറ്റീവ് കമൻസൊക്കെ കുറച്ച് ഒഴിവാക്കുക എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്.